അപ്പോൾ അയാൾ പ്രധാനപ്പെട്ട ആ ദിനം നമ്മൾ വായനശാല കാര്യമായിട്ട് ആചരിക്കുന്നത്. ഞങ്ങളെ മാവിൻ ചുവട്ടിലാണ്. ധാരാളം മാങ്ങയുണ്ട്. മാവിൻ ചുവട്ടിൽ വളരെ വീതിയിൽ വൃത്തത്തിൽ വെള്ളമണൽ വിരിച്ചിരിക്കുന്നു. അതിനു ചുറ്റും 2 വരിയിൽ കല്ല് കെട്ടിച്ച് സിമന്റ് ഇട്ട് അതിൽ വൃത്തത്തിൽ റോസാ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നു. പഴയ നിറത്തിലുള്ള ധാരാളം പൂക്കളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പ്രതിഭയിലുള്ള ഒരു അംഗമാണ്. അത് മാത്രമല്ല ഇവന്ന് വെച്ചാല് നല്ലോണം കഥ എഴുതു, കവിത എഴുതു. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാല് MTയുടെ വലിയൊരു ആരാധകനാണ് ഇവൻ. അപ്പൊ ഈ വീട്ടില് പുസ്തകം വായിച്ചു തരാൻ പോകുന്നത് ഗർഷ്യാണ്. അപ്പോ ഞാന് വായിച്ചു തരാന്ന് വെച്ചപ്പോ ഏത് പുസ്തകം വായിച്ചു തരുമെന്ന് വിചാരിച്ചു. അന്നേരമാണ് എനിക്ക് തോന്നിയത് എന്തായാലും ബഷീറിന്റെ ബാല്യകാല സഖി തന്നെ വായിക്കാം. അത്യാവശ്യം ബാല്യകാല സഖി വായിച്ചിട്ടുണ്ടാ അല്ലേ എന്താ പോലെ. അപ്പോ കേട്ട തന്നെ വീണ്ടും ഒന്ന് കേൾക്കണം. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ള ആദ്യം ഒരു പേജ് വായിക്കാനാണ്. എന്നാലേ എന്നിട്ട് ഒരു പേജ് വായിച്ചിട്ട് പിന്നെ ഞാനിന്ന് തുടങ്ങാം. ബാല്യകാലം മുതൽക്ക് തന്നെ സുഹറയും മജീദും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിലുണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാകുന്നതിനു മുമ്പേ ബന്ധശത്രുക്കളായിരുന്നു എന്നാണ് പ്രണയം ഉടലെടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അവരെ പിന്നീട് അത്യധികം പ്രണയിച്ചു. അവരുടെ പ്രണയകഥ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. സുഹറ ഒരു പാവം അടക്ക കച്ചവടക്കാരൻ്റെ മകളാണ്. അപ്പോൾ പഠിച്ചിട്ടില്ല. പഠിക്കണമെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും പോകും. ബാപ്പയുടെ ശകാരങ്ങളും വല്ലം കേട്ട് സുഹറയെ ഒരു നോക്ക് കാണുക പോലും ചെയ്യാതെ മജീദ് ഇറങ്ങാണ്. സുഹറ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. സുഹറയെ ശല്യപ്പെടുത്താതെ മജീദ് ഇറങ്ങിപ്പോയി. ഇവിടെ നമുക്ക് ബഷീറിനെ കാണാൻ പറ്റും. ബഷീറിന്റെ ഒരു കഥ നിങ്ങൾക്ക് വായിച്ചാൽ അംഗീകരിച്ചിട്ട് വന്നു നമ്മൾ മക്കൾ. പാർവതിയാണ് അപ്പോൾ പുസ്തകം വായിച്ചിരുന്നത്. അപ്പൊ നമുക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എന്തിനാണ് ഇങ്ങനെ ബഷീർ ദിനം എല്ലായിടത്തും ആഘോഷം പോലെ ആചരിക്കുന്നത്? അതിന് കാരണമുണ്ട്. അതായത് ബഷീറിന് മുമ്പേ ഒരുപാട് വലിയ സാഹിത്യകാരന്മാരൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ സ്വീകരിച്ചത് ഭയങ്കര കഠിനമായിട്ടുള്ള ഭാഷയാണ്. എന്നാൽ നമ്മുടെ ബഷീർ സ്വീകരിച്ചത് നാടൻ ഭാഷയാണ്. സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ. അതുകൊണ്ട് തന്നെ അവർക്ക് ബഷീറിന് വലിയ ജനപ്രീതിയും സ്നേഹവും ഒക്കെ വായനക്കാരുടെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എന്തൊരു കുട്ടിയായിരുന്നു പാത്തുമ്മ. പക്ഷെ അതിനെക്കാട്ടും ചന്തം അവളുടെ മുഖത്തുണ്ടായിരുന്ന മറുകാണ്. ഈ ഒരു കവർ പേജിൽ അത് കൊടുത്തിട്ടുണ്ട്. ആ മറുക് കൊടുത്തിട്ടുണ്ട്. നിന്റെ ഉപ്പൂപ്പാടെ വലിയ കൊമ്പനാന കുയ്യാനായിരുന്നു, കുയ്യാന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതോടുകൂടി പുസ്തകം, ഈ ഒരു കഥ അവസാനിക്കുകയാണ്. നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും അതേപോലെ തന്നെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ മലയാളി വായനക്കാരെ വായനയിലോട്ട് നയിച്ചതിൽ ബഷീറിന്റെ പങ്ക് വളരെ വലുതാണ്. നമ്മളിപ്പോൾ ബഷീറിന്റെ ഏത് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ നല്ലോണം ആസ്വദിക്കുന്നുണ്ട് നമ്മളറിയാതെ. അത്രയും ഒരു ലളിതമായിട്ട് ഭാഷയിലാണ് ബഷീർ ഈ എല്ലാ കഥകളും രചിച്ചിട്ടുള്ളത്. അടുത്ത സ്ഥലം